ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. ട്രെസ് ലെച്ചസ് കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് എന്നൊക്കെ പറയുന്നൊരു കേക്കാണിത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. കുറച്ചും കൂടി നല്ല സ്പോഞ്ചിയാണ്, അതുപോലെ തന്നെ കുറച്ച് ജ്യൂസിയാണ് ഈ ഒരു കേക്ക്. കാരണം നമ്മൾ ഇതിലൊരു മിൽക്കിൻ്റെ സോസും കൂടെ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതിനുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ ഒരു കേക്കിൽ ബേക്കിംഗ് സോഡ അതുപോലെ ബേക്കിംഗ് പൗഡർ ഓയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ മൈദമാവും എഗ്ഗും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗള് നല്ല ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ബീറ്റ് ചെയ്യുന്ന ബൗൾ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം, വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തിട്ട് നമുക്കൊരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ നമുക്കതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് പിടിക്കും ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത ഷുഗറാണ് കേട്ടോ, പൊടിച്ചതല്ല. പൊടിക്കാത്ത ഷുഗർ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ യോക്കും കൂടെ എടുക്കുക. ഇത് 3 എഗ്ഗിൻ്റെ യോക്കാണ്, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ എഗ് വൈറ്റ് ചെയ്ത പോലെ അത്രയും അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ മതി. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് എഗ് വൈറ്റിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ഈ വൈറ്റിലൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പതുക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ വിസ്ക് വെച്ചിട്ടോ ഒന്നും നമ്മൾ നല്ല ഹാർഡായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് സ്പോഞ്ചായിട്ട് വരില്ല നമ്മളെ കേക്ക്. അപ്പോൾ പതുക്കെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫുള്ള് മൈദയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട കിട്ടും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത്. 1 നുള്ളു ഉപ്പ് ഇടാനായിട്ട് മറക്കരുത്. ഞാനിതിലേക്ക് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൈദ അതുപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമ്മളെ കേക്ക് നല്ല സ്പഞ്ചായിട്ട് വരും. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിലൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്പഞ്ചായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ മൈദമാവൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് പാനൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് എടുക്കാനും നല്ല ഈസിയാവും, പെട്ടെന്ന് പാനിൽ നിന്ന് വിട്ടു പോരുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ വരട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എയർ ബബിൾസ് ഇല്ലാതെ നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വരും. ഞാനതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിഡിൻ്റെ സൈഡിൽ കൂടെ എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ലിഡ് നല്ല ടൈറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോയിൽ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് എയർ കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഇതിൻ്റെ ലിഡ് വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളെ കേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കുക്കായിട്ട് വരുമ്പോൾ പല ഭാഗങ്ങളിലും പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു പാന് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനിൻ്റെ താഴെ ഞാനൊരു തട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കിംഗ് ടൈം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്, നിങ്ങളെ ഗ്യാസിൻ്റെ ചൂടിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ പാനിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടും. അപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുക്കായിട്ടുണ്ടോ എന്ന്. എനിക്ക് എന്തായാലും ഏകദേശം ഒരു 30 മിനിറ്റ് എടുക്കാറുണ്ട് ഒരു കേക്ക് കുക്കായി വരാനായിട്ട്. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറി റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാലാണ്. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാല് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കണ്ടൻസ് മിൽക്കും കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് എടുത്തുകൊണ്ടാണ് 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മധുരം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ട് ഞാനിവിടെ 1 ടീസ്പൂണ് വാനില എസെൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമൊക്കെ താഴെ പോയിട്ട് കിടക്കാവും ഈ ഒരു പാലിൻ്റെ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ഒരു കേക്ക് 30 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുക്കിംഗ് ടൈം വ്യത്യാസം വരാം. ഇപ്പോൾ 20-25 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കേക്ക്. ഒരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഈ കേക്ക് എടുത്ത് മാറ്റാം. ഈ കേക്ക് ഞാനൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്കാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ ഈ ഒരു ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നല്ല സ്പോഞ്ചായിട്ട് തന്നെ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറി റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മിൽക്കിൻ്റെ ആ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോസൊക്കെ ഒളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടെയ്നറിലോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിലോ വെച്ച് കൊടുത്താൽ മതി. സോസ് പുറത്ത് പോകാത്ത രീതിയിൽ വേണം കേക്ക് വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഫോർക്കോ അല്ലെങ്കിൽ സ്ക്യൂറോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുത്തി കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു മിൽക്കിൻ്റെ ആ സോസ് നന്നായിട്ട് ഈ കേക്കിൽ ഇറങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആ ഒരു മിൽക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് തന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്കിൻ്റെ സോസ് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മിൽക്ക് എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ മിൽക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഈ മിൽക്ക് ഒഴിക്കും തോറും ആ ഒരു കേക്ക് അത് നന്നായിട്ട് വലിച്ചെടുത്തോളും. നമ്മൾ ഈ ഹോൾ ഇട്ടുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ മിൽക്ക് ഇറങ്ങി പോയിക്കോളും. അപ്പോൾ മിൽക്ക് ഒഴിക്കുന്നതിൽ നിങ്ങളൊരു കുറവും വരുത്തരുത്. ഞാൻ ഈ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്കിൽ നിന്ന് 1 ഗ്ലാസ് മിൽക്ക് മാത്രം കുറച്ച് സെർവ് ചെയ്യുമ്പോൾ ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ മിൽക്കും ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും സൈഡിലും സെൻറ്ററിലും എല്ലാ ഭാഗം ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ മിൽക്ക് ഒഴിക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് മേലെ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മിൽക്കിൻ്റെ ഒരു ഇത് പുറത്ത് വരുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രൈ ചെരിച്ച് നോക്കിയാൽ സൈഡിലും മിൽക്ക് വരുന്നുണ്ട്. അതും ഒരു കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കേക്ക് നന്നായിട്ട് വലിച്ചെടുത്തോളും. അപ്പോൾ ഈ ഒരു കേക്കിൽ നന്നായിട്ട് ആ ഒരു മിൽക്ക് പിടിക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മളെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന മിൽക്കൊക്കെ കേക്ക് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിസ്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പിസ്ത വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ ഇതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്ലവർ പെറ്റൽസൊക്കെ ഇപ്പോൾ എഡിബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്ലവർ പെറ്റൽസൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവറും കൂടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഇത് തണുക്കാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേക്ക്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇതിലത്തെ മിൽക്കൊക്കെ നന്നായിട്ട് ഈ ഒരു കേക്കിൽ പിടിച്ച് നല്ല തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കേക്ക് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിത് ഇതിൻ്റെ മിൽക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ഒരു കേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മിൽക്കൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് കുതിർന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. സാധാ കേക്കിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്